നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. വെയിറ്റ് സ്റ്റക്കായാൽ എന്ത് ചെയ്യും? ഈ ചോദ്യം എല്ലാവരും ചോദിക്കുന്നതാണ്. പലർക്കും അങ്ങനൊരു സാഹചര്യമുണ്ട്. ഒന്നുകിൽ വെയിറ്റ് തീരെ കുറയുന്നില്ല, അല്ലെങ്കിൽ കുറയുന്നതിൻ്റെ തോത് വളരെ കുറവാണ്, ചിലപ്പോൾ സ്റ്റക്കായി നിൽക്കുവാണ്, എന്ത് ചെയ്താലും വെയിറ്റ് കുറയുന്നില്ല എന്നുള്ള അവസ്ഥ. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഈസി ആയിട്ട് ആ ബ്ലോക്ക് മാറ്റുന്നതിനുള്ള റെമഡീസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. അങ്ങനെ ബ്ലോക്ക് വരുന്ന മോഡിനെ നമ്മൾ പ്ലാറ്റ്യൂ മോഡ് എന്ന് പറയും. വെയിറ്റ് റിഡക്ഷൻ പ്ലാറ്റ്യൂ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ മറികടക്കാൻ വേണ്ടി ചെയ്യേണ്ടത് ഒന്നുകിൽ കാലറി വളരെ ഡെഫിസിറ്റ് ആയിട്ടുള്ള ഒരു ഡയറ്റ് എടുത്ത് നല്ലപോലെ വർക്കൗട്ട് ചെയ്യുക. ഇപ്പം നിങ്ങൾ അരമണിക്കൂറാണ് വർക്കൗട്ട് ചെയ്യുന്നത് എങ്കിൽ അത് 1 മണിക്കൂറാക്കി മാറ്റുക. മോർണിംഗ് അരമണിക്കൂർ, ഈവനിങ് അരമണിക്കൂറാണ് ചെയ്തിരുന്നത് എങ്കിൽ മോർണിംഗ് 1 മണിക്കൂർ, ഈവനിങ് 1 മണിക്കൂർ വർക്കൗട്ടാക്കി മാറ്റുക. അത്യാവശ്യം 3 നേരം ഭക്ഷണം കഴിച്ചിരുന്നു എങ്കിൽ അത് 2 നേരമാക്കി മാറ്റുക. അത് കാലറി കുറച്ച് ചെയ്യുക. ഓക്കെ, 2 നേരം കഴിച്ചിരുന്നവരാണ് എങ്കിൽ ഒമാഡ് പോലെ 1 മീൽ എ ഡേ എന്ന് പറയുന്ന ആ ഡയറ്റിലോട്ട് മാറുക, ഒമാഡിലോട്ട് മാറുക. അപ്പോൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിനെപ്പറ്റിയാണ്. ഒരു മാർഗം എന്ന് പറയുന്നത് നമ്മൾ ഒമാഡിലോട്ട് മാറുക എന്നുള്ളതാണ്. ഒമാഡ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഭയങ്കര നല്ല ഡയറ്റല്ല. ഫോർ എ ലോങ് പീരീഡിന് വെക്കാൻ പറ്റും എന്ന് ഞാൻ പറയില്ല. ഷാരൂഖ് ഖാൻ ഇപ്പോഴും ചെയ്യുന്നത് ഒമാഡ് ഡയറ്റ് ആണെന്ന് ഞാൻ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം തന്നെ പറഞ്ഞതാണ്. അപ്പോൾ അദ്ദേഹം ഒമാഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ബിഹൈൻഡിൽ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്ന ന്യൂട്രീഷനിസ്റ്റുകളും ഡയറ്റീഷ്യൻസും ഉണ്ട്. അപ്പം ന്യൂട്രീഷൻ ഡെഫിഷ്യൻസിയൊക്കെ എവിടെയെങ്കിലും വരുമ്പോൾ അത് പ്രോപ്പറായിട്ട് ഫില്ല് ചെയ്യുന്നുണ്ടായിരിക്കും. നമ്മളൊക്കെ അത് എടുക്കുമ്പോൾ ചിലപ്പോൾ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഏത് ഭാഗത്ത് ഏത് ന്യൂട്രീഷനാണെന്ന് നമുക്കറിയാത്തത് കൊണ്ട് തന്നെ നമുക്കതിന് പ്രോപ്പർ ഫില്ലിംഗ് പോസിബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കംപ്ലീറ്റ് മീൽ പ്ലേറ്റ് എടുക്കുമ്പോൾ ന്യൂട്രീഷൻ റിച്ച് ആയിട്ടുള്ളൊരു പ്ലേറ്റ് എടുക്കുക, ഒരു മീൽ ചെയ്യുക, പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഫോർ എ ലോങ് ടൈമിന് ഒമാഡ് ചെയ്യാതിരിക്കുക. ഒമാഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ സൈഡ് എഫക്റ്റുകൾ എന്തൊക്കെയാണ്? ഒമാഡ് എന്ന് പറയുന്നത് 1 മീൽ എ ഡേ ആണ്. ഒരു എക്സ്പീരിയൻസ്ഡ് ഡയറ്റീഷ്യൻ്റെയോ ഒരു ന്യൂട്രീഷനിസ്റ്റിൻ്റെയോ സപ്പോർട്ടോട് കൂടി അല്ലാതെ നിങ്ങൾ ഒമാഡ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സിവിയർ ആയിട്ടുള്ള ഹെയർ ഫാൾ വരാം. അപ്പോൾ എൻ്റെ പ്രൈവറ്റ് ക്ലാസ്സിലൊന്നും ഞാൻ ഒമാഡ് സജസ്റ്റ് ചെയ്യാറില്ല. കാരണം ക്ലയൻസിന് സിവിയർ ആയിട്ട് ഹെയർ ഫാൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്, സ്കിന്ന് ഡള്ളാവാനുള്ള സാധ്യത ഉണ്ട്. എന്നാൽ ഒമാഡ് ഒരു 5 ഡേയ്സൊക്കെ ഇപ്പം നമ്മൾ പ്രെയർ പോലെയൊക്കെ ചെയ്യില്ലേ, ചിലപ്പോൾ നമ്മൾ ഉപവാസം പോലെയൊക്കെ ചെയ്യില്ലേ, അങ്ങനെ ഒരു 5 ഡേയ്സിനൊക്കെ ഒമാഡ് വെക്കുമ്പോൾ പെട്ടെന്നൊരു ഡ്രാസ്റ്റിക് വെയിറ്റ് റിഡക്ഷൻ സംഭവിക്കും. അപ്പോൾ ഇപ്പം നിങ്ങൾക്കത് പോസിബിൾ ആണെങ്കിൽ ആദ്യം ശ്രദ്ധിക്കുക. ഒരു ഡയബറ്റിക് പേഷ്യൻ്റ്, ഹെവി BP പ്രോബ്ലംസ് ഉള്ള ഒരാൾ, ഹൈ കൊളസ്ട്രോൾ ഉള്ള ഒരാൾ, ഹാർട്ട് ഡിസീസസ് ഉള്ള ഒരാൾ, അങ്ങനെയുള്ളവർക്കൊന്നും പറഞ്ഞിട്ടുള്ള ഡയറ്റിംഗ് മെത്തേഡല്ല ഈ ഒമാഡൊന്നും. അപ്പോൾ ഇത് വളരെ ഹെൽത്തി ആയിട്ട് വളരെ ചാടി നടക്കുന്ന അങ്ങനത്തെ ആളുകൾക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാനാണ് ഒമാഡ്. അതെപ്പോഴും ശ്രദ്ധിക്കുക. ഹെൽത്തി പേഴ്സൺ ആണ് എപ്പോഴും ഞാൻ ഡയറ്റ് പറയുന്നത്, ഇങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയുന്നത്. അത് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബോഡിയെ പറ്റി നിങ്ങൾക്ക് തന്നെ ഒരു നല്ല കെയർ ഉണ്ടായിരിക്കണം. ഓക്കെ, നേരത്തെ പറഞ്ഞത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. ഒമാഡ് എന്ന് പറഞ്ഞാൽ 1 മീൽ എ ഡേ ആണ്. അത്രയും സമയം, അതായത് 1 മീൽ എടുക്കാനുള്ള സമയം നിങ്ങൾക്ക് കണ്ടെത്താം. നിങ്ങൾക്ക് എപ്പോഴാണോ ഭയങ്കരമായിട്ട് വിശപ്പ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് ആ 1 മണിക്കൂറാണ് നിങ്ങൾക്ക് ഭക്ഷണം എടുക്കാൻ പറ്റുക. അതായത് 24 മണിക്കൂറിൽ 23 മണിക്കൂർ നിങ്ങൾ ഫാസ്റ്റ് ചെയ്യണം. 1 മണിക്കൂർ മാത്രം നിങ്ങൾക്ക് ഭക്ഷണം എടുക്കാം. അതാണ് ഒമാഡ്. ഈ 23 മണിക്കൂറും നിങ്ങൾക്ക് കാലറി ഇല്ലാത്ത ഡ്രിങ്കുകൾ കഴിക്കാം. അതായത് ബ്ലാക്ക് കോഫി കുടിക്കാം, 2 കാലറി മാത്രമേ ഉള്ളൂ. ബ്ലാക്ക് ടീ കുടിക്കാം, നോ കാലറിയാണ്, 0 കാലറിയാണ്. ഗ്രീൻ ടീ കുടിക്കാം, 0 കാലറിയാണ്. സാധാരണ തിളപ്പിച്ച വെള്ളം കുടിക്കാം, 0 കാലറിയാണ്. ഇതല്ലാതെ നിങ്ങൾക്ക് വേറെ ഒന്നും എടുക്കാൻ പറ്റില്ല. ഒരു ദിവസത്തിൽ 1 അവർ മാത്രമേ ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. അതാണ് ഒമാഡ്. ഒമാഡ് എടുക്കുന്നത് കൊണ്ട് എന്ത് ബെനിഫിറ്റാണുള്ളത്? അൺഹെൽതി ഫാറ്റ് ഡെപ്പോസിറ്റുകൾ ഉണ്ടെങ്കിൽ അതിനെ കൺവേർട്ട് ചെയ്ത് ബോഡി എനർജി ആക്കി ഉപയോഗിച്ചുകൊള്ളും. ഫാസ്റ്റിംഗ് കൊണ്ട് കിട്ടുന്ന കൈൻഡ് ഓഫ് വെയിറ്റ് റിഡക്ഷൻ അല്ലെങ്കിൽ അൺഹെൽതി ഫാറ്റ് റിഡക്ഷൻ നല്ല പോലെ കിട്ടുന്നതിന് ഒമാഡ് സഹായിക്കും. ഫോർ എ ഹെൽത്തി ബോഡി, ഫോർ എ ഹെൽത്തി ബോഡി, ഫോർ എ ഹെൽത്തി ബോഡി. ഒരു ഹെൽത്തി ബോഡിക്കാണ് ഇത് ചെയ്യേണ്ടത്. നിങ്ങളുടെ ഒരു ഡയബറ്റിക് പേഷ്യൻ്റാണ് പോയിട്ട് ഒമാഡ് എടുത്തു എന്നൊന്നും പറഞ്ഞ് ഇവിടെ വരരുത്. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഫോർ എ ഹെൽത്തി ബോഡി, ഓക്കെ, വളരെ ഹെൽത്തി, മെഡിസിൻ ഒന്നും എടുക്കാതെ പെർഫെക്റ്റ് ആയിരിക്കുന്ന ബോഡിയാണെങ്കിൽ
ഒമാഡ് ഐ സജസ്റ്റ് ഫോർ 5 days, 5 ദിവസം എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല റിഡക്ഷൻ ആയിരിക്കും. ഇനി നിങ്ങൾ എടുക്കുന്ന ഫുഡ് പ്ലേറ്റിൽ, അതായത് ഒമാഡിൻ്റെ ഒരു മീലല്ലേ എടുക്കാനുള്ള ഓപ്ഷനുള്ളൂ, ഒരു ഹെൽത്തി മീൽ, ആ ഒരു 1 hour മീൽ. ഓക്കെ, ഈ 1 hourൽ നിങ്ങൾക്ക് പാട്ടായിട്ട് ചെറിയ മീലാക്കിയിട്ട് ഇതിനെടുക്കാം, ഒറ്റ സിംഗിൾ മീലാക്കിയിട്ട് എടുക്കാം. അപ്പോൾ എടുക്കേണ്ട സാധനങ്ങളിൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്സ്, ഇതിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷൻ ആയിരിക്കണം. ഹെൽത്തി ഫാറ്റ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഹെൽത്തി ഫാറ്റിന് ഏറ്റവും നന്നായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത് നട്ട്സ് ആൻഡ് സീഡ്സ് ആണ്. പ്രോട്ടീന് വേണ്ടി എഗ്ഗ് എടുക്കാം, ടോഫു എടുക്കാം, പനീർ എടുക്കാം, ചിക്കൻ ബ്രസ്റ്റ് എടുക്കാം. ഓക്കെ, ഇങ്ങനെ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്. എന്നും ഒന്ന് തന്നെ എടുക്കാതെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് സെലക്ട് ചെയ്യാം. സോ എത്ര ശതമാനമാണ് നമുക്ക് പ്രോട്ടീൻ വേണ്ടത് എന്ന് ചോദിച്ചാൽ 40% ഓഫ് ദാറ്റ് എൻറ്റയർ ഡയറ്റ് മസ്റ്റ് ബി പ്രോട്ടീൻ. 40% ഫുൾ ഡയറ്റിൻ്റെ 40%-ഓളം പ്രോട്ടീൻ ആയിരിക്കണം. അതേപോലെ 40% കാർബോഹൈഡ്രേറ്റ്സ് ആയിരിക്കണം. കാർബോഹൈഡ്രേറ്റ്സിന് വേണ്ടി നിങ്ങൾക്ക് ആട്ട ഫൈൻഡ് ചെയ്യാം. ആട്ട നല്ലതാണ്. ഇനി നിങ്ങൾ റാഗി എടുക്കുകയാണെങ്കിൽ അത് നല്ലൊരു സബ്സ്റ്റിറ്റ്യൂട്ടാണ്. കോൺ എടുക്കുകയാണെങ്കിൽ അത് നല്ലൊരു കാർബാണ്, നല്ല സബ്സ്റ്റിറ്റ്യൂട്ടാണ്. സോ കോൺ, റാഗി, ആട്ട തുടങ്ങിയ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിനെ കാർബോഹൈഡ്രേറ്റ്സ് ഫില്ലിംഗ് നടത്താവുന്നതാണ്. ബാക്കി 20%, അതായത് 40% പ്രോട്ടീൻ എടുത്തു, 40% കാർബോഹൈഡ്രേറ്റ്സ് എടുത്താൽ ബാക്കി 20% ഹെൽത്തി ഫാറ്റ് ആയിരിക്കണം. ഹെൽത്തി ഫാറ്റ് HDL ഉയർത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അത് നട്ട്സ് ആൻഡ് സീഡ്സിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. സോ ഹെൽത്തി ഫാറ്റിന് വേണ്ടി നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങൾ, ഒന്ന് നല്ല ഫിഷ് കഴിക്കുന്നതും നല്ല വെജിറ്റബിൾ ഓയിൽ കഴിക്കുന്നതും നല്ലതാണ്. ഒരുപാടല്ല, ക്വാണ്ടിറ്റി ലിമിറ്റ് ചെയ്തുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 20% മാത്രമേ ഹെൽത്തി ഫാറ്റ് നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ളൂ. അത് നമുക്ക് നല്ല വെജിറ്റബിൾ ഓയിലിൽ നിന്ന് കിട്ടും, ഹെൽത്തി ഫിഷിൽ നിന്ന് കിട്ടും, അവക്കാഡോയിൽ നിന്ന് കിട്ടും, ആൻഡ് നമ്മൾ റെഗുലറായിട്ട് ആഡ് ചെയ്യണം എന്ന് പറയുന്ന നട്ട്സ് ആൻഡ് സീഡ്സിൽ നിന്ന് കിട്ടും. സ്പെഷ്യലി ബദാം, പീനട്ട്, സൺഫ്ലവർ സീഡ്സ്, പംകിൻ സീഡ്സ് പോലുള്ള സാധനങ്ങൾ ആഡ് ചെയ്യുവാണെങ്കിൽ അത് കാലറി ഡെഫിസിറ്റുമാണ്. അറ്റ് ദ സെയിം ടൈം ഗുഡ് കൊളസ്ട്രോൾ, ഗുഡ് HDL ഉയർത്തുന്നതിന് അത് സഹായിക്കുകയും ചെയ്യും. എഗെയിൻ വേണ്ടത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. അത് ആഡ് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ ഇതിൽ കാണിച്ചിട്ടുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസൊക്കെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ലൈക്ക് ക്യാബേജ് എടുക്കാം, വെജിറ്റബിൾസിൽ ക്യാരറ്റ് എടുക്കാം, ടൊമാറ്റോ, ബേബി ടൊമാറ്റോ എടുക്കാം. ഒത്തിരി നല്ല വെജിറ്റബിൾസ് ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഫ്രൂട്ട്സിൽ പപ്പായ, പോമിഗ്രാനറ്റ്, ആപ്പിൾ, ഓറഞ്ചസ്, കിവി പോലുള്ള ഫ്രൂട്ട്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അത് ഇൻക്ലൂഡ് ചെയ്യുക. വാട്ടർമെലൺ, ഡേറ്റ്സ്, ഗ്രേപ്സ് തുടങ്ങിയ ഫ്രൂട്ടുകൾക്കൊക്കെ ഗ്ലൈസമിക് ഇൻഡെക്സ് കുറച്ച് കൂടുതലാണ്. സോ ഏതൊക്കെ ഫ്രൂട്ട്സ് എടുക്കണം എന്ന് ഫ്രൂട്ട് ഡയറ്റിനെ പറ്റി പറയുന്ന ലാസ്റ്റ് പോർഷനിൽ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നതായിരിക്കും. വെജിറ്റബിൾസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുക്കുംബേഴ്സൊക്കെ നിങ്ങൾക്ക് ധാരാളമായിട്ട് എടുക്കാവുന്നതാണ്. അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് സാലഡ് എടുക്കുക. ബേബി ടൊമാറ്റോ, ക്യാബേജസ്, നിങ്ങൾക്ക് തൈറോയ്ഡ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളില്ലെങ്കിൽ മാത്രമേ ക്രൂസിഫറസ് വെജിറ്റബിൾസ് ആയിട്ടുള്ള ബ്രക്കോളി, ക്യാബേജ് തുടങ്ങിയവ ഇൻക്ലൂഡ് ചെയ്യാവൂ. പക്ഷേ ക്യാരറ്റ്, ഗ്രീൻ ബീൻസ്, പയറ് പോലെ വലിപ്പമുള്ള ഗ്രീൻ ബീൻസില്ലേ നമ്മൾ ചൈനീസ് ഭക്ഷണങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നത്, അതൊക്കെ ബോയിൽ ചെയ്ത് കഴിക്കുന്നത് നല്ല ഫില്ലിങ്ങും നല്ല ഹൈഡ്രേഷനും, കുക്കുംബേഴ്സൊക്കെ ആഡ് ചെയ്യുമ്പോൾ നല്ല ഹൈഡ്രേറ്റ് ചെയ്യപ്പെടും. അതോടൊപ്പം തന്നെ ഇതൊക്കെ കാലറി ഡെഫിസിറ്റുമാണ്. ഒരു എൻറ്റയർ പ്ലേറ്റ് നമുക്ക് നല്ല ഫില്ല് ചെയ്യുന്ന രീതിയിൽ ഒമാഡ് എടുക്കാം. പക്ഷേ വീണ്ടും 1 hour കഴിഞ്ഞാൽ പിന്നെയും 23 hours ഫാസ്റ്റിംഗ് കഴിഞ്ഞിട്ടാണ് അടുത്ത മീല് എന്ന് ഓർക്കുക. സോ ആരെങ്കിലും കണ്ടിന്യൂസ്ലി 3 നേരം മെഡിസിനൊക്കെ എടുത്ത് ജീവിക്കുന്നവരാണെങ്കിൽ അവരൊന്നും പോയിട്ട് ഇത് ചെയ്യരുത്, സാഹസമാണ്. അതല്ലാത്തവർക്കാണ് വെയിറ്റ് സ്റ്റക്കായിട്ടുണ്ടെങ്കിൽ ഈ ഡയറ്റ് ഞാൻ എടുക്കാൻ പറഞ്ഞത്. ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ? നെക്സ്റ്റ്, അടുത്തതായിട്ട് നമ്മൾ എന്ത് ചെയ്യും? അടുത്തതായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് വാട്ടർ ഫാസ്റ്റിംഗ്. അടുത്തതാണ് വാട്ടർ ഫാസ്റ്റിംഗ്. വാട്ടർ ഫാസ്റ്റിംഗ് 21 ദിവസത്തേക്ക് എടുക്കുന്നവരുണ്ട്. ഞാൻ എൻ്റെ പേഴ്സണൽ ക്ലയൻസിനെ വളരെയധികം കെയർ ചെയ്യുന്ന ആളായതുകൊണ്ട് തന്നെ ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ, അതും ഞാൻ പേഴ്സണലി മോണിറ്റർ ചെയ്തിട്ടാണ് അത് ചെയ്യുന്നത്, ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ വാട്ടർ ഫാസ്റ്റിംഗ് അവർക്ക് സജസ്റ്റ് ചെയ്യാറുള്ളൂ. അതും വെയിറ്റ് 3 മീൽ ഡയറ്റ് എടുത്ത് എപ്പോഴെങ്കിലും ബ്ലോക്ക് ആവുകയാണെങ്കിൽ മാത്രമേ വാട്ടർ ഫാസ്റ്റിംഗ് ഞാൻ പറയാറുള്ളൂ. വാട്ടർ ഫാസ്റ്റിംഗ് എടുക്കുന്ന സമയത്ത് എന്താണ് ചെയ്യേണ്ടത്?
വെയിറ്റ് സ്റ്റക്കായിട്ടുണ്ടെങ്കിൽ അത് ബ്രേക്കാക്കി കിട്ടാൻ, ആ വെയിറ്റ് വീണ്ടും മൂവ് ഓൺ ചെയ്യാൻ വേണ്ടി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ല ഡയറ്റ് തന്നെയാണ്. കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്തു, നിങ്ങൾക്ക് മെറ്റബോളിസം അത്യാവശ്യമുള്ളൊരു ബോഡിയാണ് എങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് 1 കിലോ ഒക്കെ കുറഞ്ഞ് കിട്ടുന്നതായിട്ട് വാട്ടർ ഫാസ്റ്റിങ്ങിൽ കാണാൻ സാധിക്കും. അതിലൊരു അത്ഭുതമില്ല, അങ്ങനെ സംഭവിക്കും. വാട്ടർ റിട്ടൻഷൻ കൂടുതലുള്ള ബോഡി, കാലുകളിലും കൈകളിലൊക്കെ നീര് കെട്ടിയിട്ടുള്ള പ്രവണതയൊക്കെയുള്ള ബോഡിയാണ് നിങ്ങളുടെ എങ്കിൽ ആക്ച്വലി വാട്ടർ ഫാസ്റ്റിങ്ങിൽ നല്ല പോലെ വാട്ടർ ലോസ് സംഭവിക്കും, വാട്ടർ റിട്ടൻഷൻ മാറിക്കിട്ടും, നിങ്ങൾക്ക് നല്ല പോലെ വെയിറ്റ് റിഡക്ഷനും കാണിക്കും. അപ്പോൾ ഈ വാട്ടർ ഫാസ്റ്റിംഗ് ചെയ്യുന്നതിന് വേണ്ടി ആക്ച്വലി ചെയ്യേണ്ട രീതി, ഒരു 3.5 ലിറ്റർ വെള്ളം വൈകുന്നേരം 6 മണിക്ക് മുൻപ് കുടിക്കുക എന്നുള്ളതാണ്. രാവിലെ എണീറ്റാൽ തൊട്ടിട്ട് ഇളം ചൂടുവെള്ളം കുടിക്കാം, അല്ലെങ്കിൽ സാധാരണ ഫിൽറ്റേർഡ് വാട്ടർ, വേറെ ഒന്നും അതിൽ ആഡ് ചെയ്യുകയോ മേക്കപ്പ് വരുത്തുകയോ ഒന്നും വേണ്ട, ജസ്റ്റ് വാട്ടർ. ചിലവർ അതിൽ ഷിയാ സീഡ്സൊക്കെ ഇട്ടിട്ട് വാട്ടർ കുടിച്ചുകൊണ്ട് വെയിറ്റ് റിഡക്ഷന് വേണ്ടി ശ്രമിക്കുന്നവരുണ്ട്. ഷിയാ സീഡ്സും ലെമണും ഒക്കെ ആഡ് ചെയ്ത് പഞ്ചസാരയൊക്കെ ഇട്ട് കലക്കി കുടിക്കുമ്പോൾ അതിന് എന്തോരം കാലറി ഉണ്ട് എന്നുള്ളത് ഗൂഗിൾ ചെയ്യുക. ഞാൻ പറഞ്ഞു തന്നിട്ട് മനസ്സിലാവില്ല ചിലർക്കൊന്നും, അപ്പോൾ അതുകൊണ്ട് പോയിട്ട് ഗൂഗിൾ ചെയ്യുക ഷിയാ സീഡ്സിൻ്റെ കാലറി എത്രയാണെന്ന്. ഓക്കെ, അതുപോലെ അങ്ങനെ ഡ്രിങ്ക് കുടിച്ചിട്ട് മാത്രം, അതായത് ഷിയാ സീഡ്സ് വാട്ടർ കുടിച്ച് മാത്രം വെയിറ്റ് കുറച്ചാൽ നിങ്ങൾക്ക് നല്ല പോലെ ബ്ലോട്ടിങ്ങും അസിഡിറ്റി ഉണ്ടാവും, നല്ല പോലെ ഇൻറ്റസ്റ്റൈനിൽ വേദന വരും. പിന്നീട് അത് ലീഡ്സ് ടു അസിഡിറ്റി, ആസിഡ് റിഫ്ലോക്സ്, ബ്ലോട്ടിങ്, വയറ് കെട്ടി നിൽക്കുന്നത് പോലെ, എന്താ വീർത്ത് വരുന്നത് പോലെ, ദെൻ നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആമ്പക്കം വരുന്ന അവസ്ഥ, നെഞ്ഞ് നീറൽ, പിന്നീട് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചോളാൻ പറഞ്ഞാൽ ഓ വേണ്ട 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 എനിക്കൊന്നും പറ്റുന്നില്ല എന്നുള്ള വോമിറ്റിംഗ് ടെൻഡൻസി, തലതിരിച്ചിൽ. സോ ഡോണ്ട് ഡു ദാറ്റ്. അതൊന്നും ഇല്ല ചെയ്യേണ്ടത്. ജസ്റ്റ് വെള്ളം മാത്രം വൈകുന്നേരം 6 മണിക്ക് മുൻപ് 3.5 ലിറ്റർ വെള്ളം, ധാരാളം വെള്ളം കുടിക്കുക. ഓക്കെ, നന്നായിട്ട് യൂറിനേറ്റ് ചെയ്ത് ധാരാളം വെള്ളം കുടിക്കുക. 3.5 മണിക്ക് ശേഷം ലൈറ്റായിട്ടൊരു മീൽ എടുക്കാം. ഐ റെക്കമെൻഡ് ഒരു ബൗൾ ഫ്രൂട്ട്സ് എടുക്കാൻ. ഒരു ഫ്രൂട്ട്സിൽ കുക്കുംബർ പോലുള്ള വെജിറ്റബിൾസും കൂടി വേണമെങ്കിൽ ആഡ് ചെയ്യാം. കുക്കുംബേഴ്സും ക്യാരറ്റും കുറച്ച് ഫ്രൂട്ട്സും ആഡ് ചെയ്യാം. ഫ്രൂട്ട്സ് എടുക്കുന്ന സമയത്ത് ഒത്തിരി ഗ്ലൈസമിക് ഇൻഡെക്സ് ഹൈ ആയിട്ടുള്ള ഫ്രൂട്ടുകൾ എടുക്കാതെ അധികം മധുരമില്ലാത്ത പഴങ്ങൾ ഉപയോഗിക്കുക. എപ്പോഴും നിങ്ങൾ പഴം കഴിക്കുമ്പോൾ, ഇപ്പോൾ വാട്ടർമെലനൊക്കെ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ നടുക്കിലത്തെ പോർഷനൊക്കെ കഴിക്കേണ്ടത് കുഞ്ഞുങ്ങളാണ്. നമ്മൾ കഴിക്കുമ്പോൾ വാട്ടർമെലൻ്റെയൊക്കെ ചുറ്റുപാടുള്ള അധികം മധുരമില്ലാത്ത പോർഷൻ കഴിക്കുക. ബുദ്ധിപരമായിട്ട് ചെയ്യേണ്ടത് അങ്ങനെയാണ്. അല്ലാണ്ട് വാട്ടർമെലൻ കിട്ടി അതിൻ്റെ നടുക്കിലത്തെ ഭാഗത്തിലാണ് ഏറ്റവും ധാരാളം സുക്രോസ് അല്ലെങ്കിൽ ഷുഗർ അല്ലെങ്കിൽ ഫ്രൂക്ടോസ് ഒക്കെ ഇരിക്കുന്നത്. ധാരാളം മധുരം ഇരിക്കുന്നത് ആ ഭാഗത്താണ്. അത് പോയി കഴിക്കാതെ അതിൻ്റെ ചുറ്റുപാട് അധികം മധുരമില്ലാത്ത പോർഷൻ കൊടുക്കുക. നടുഭാഗം കുട്ടികളിലാണ് ഡിസേർവ് ചെയ്യുന്നത്. കാരണം അവർക്കത് വേഗം ബേണായിട്ട് കിട്ടും, അവർക്കത് വേഗം കത്തിപ്പോവും, വേഗം എനർജി, അവർ ഓടി നടക്കുമല്ലേ. നമുക്കതൊക്കെ കത്തിച്ച് കളയാൻ കുറച്ച് പാടാണ്. അപ്പോൾ അതുകൊണ്ട് അധികം മധുരമില്ലാത്ത ഫ്രൂട്ടുകൾ മാത്രം ഓപ്റ്റ് ചെയ്യുക. സോ ഏത് ഫ്രൂട്ട് എടുക്കാമെന്ന് ചോദിച്ചാൽ ആപ്പിൾ, പൊമിഗ്രനറ്റ് ഏത് ടൈമിലും നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന നല്ല 2 ഫ്രൂട്ടുകളാണ് എന്ന് കരുതി ക്വാണ്ടിറ്റി ഒരു ശ്രദ്ധയും വേണ്ട, ധാരാളം കഴിക്കാമെന്നല്ല. ഒരു 300 ml ബൗൾ എടുത്ത് വെച്ചിട്ട് അതിൽ ഈ ഫ്രൂട്ട് മിക്സ്ചർ ഇടുക. അതിൽ കുറച്ചധികം കുക്കുംബേഴ്സ് ആഡ് ചെയ്യാൻ മറക്കാതിരിക്കുക, ക്യാരറ്റ് ആഡ് ചെയ്യുക, അതേപോലെ ആപ്പിൾ ആഡ് ചെയ്യുക. പൊമിഗ്രാനേറ്റ് ഏത് സമയത്ത് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നത്, ഒരു ഹാഫ് പൊമിഗ്രാനേറ്റൊക്കെ എന്നും കഴിക്കാം. എന്ത് അസുഖം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഹാഫ് പൊമിഗ്രാനേറ്റ് കഴിക്കാം, നല്ലൊരു ഫ്രൂട്ടാണ്. കിവി കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, അവൈലബിൾ ആണെങ്കിൽ. ആപ്പിൾ, പൊമിഗ്രാനേറ്റ്, കിവി, അധികം മധുരമില്ലാത്ത പപ്പായ, അങ്ങനെ ചില ഫ്രൂട്ടുകൾ മാത്രം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട്, ഇത്രയും ഫ്രൂട്ടുകൾ മാത്രം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് വാട്ടർ ഫാസ്റ്റിങ്ങിന് ശേഷം കഴിക്കുക. 6 മണി വരെ 3.5 ലിറ്റർ വെള്ളം, അതിനുശേഷം 300 ml ഓഫ് ഫ്രൂട്ട്സ്. നല്ല ഉറക്കം കിട്ടും, നല്ല ക്ഷീണം ഉണ്ടായിരിക്കും, നല്ല ഉറക്കം കിട്ടും. പക്ഷേ നെക്സ്റ്റ് ഡേ നല്ല വെയിറ്റ് റിഡക്ഷനും ഉണ്ടാവും. അടുത്ത രീതിയാണ് പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കാൻ, സ്റ്റക്കായിട്ടുള്ള വെയിറ്റ് കുറയ്ക്കാൻ ചെയ്യേണ്ട അടുത്ത രീതിയാണ് ആഴ്ചയിൽ ഒരിക്കൽ മാത്രം, വീക്ക്ലി വൺസ് ഓൺലി യു ക്യാൻ ഡു ഫ്രൂട്ട് ഡയറ്റ്. ഫ്രൂട്ട് ഡയറ്റ് ചെയ്യുന്ന സമയത്ത് 6 നേരമാണ് നിങ്ങൾ ഫ്രൂട്ട്സ് കഴിക്കേണ്ടത്. ഫ്രൂട്ട് ഡയറ്റിൻ്റെ പ്രത്യേകത അത്യാവശ്യം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സുക്രോസും ഫ്രൂക്ടോസും ഒക്കെ ഉള്ളതാണ് ഫ്രൂട്ടിൽ എന്നുള്ളത് കൊണ്ട് തന്നെ. വാട്ട് ഈസ് ഫ്രൂക്ടോസ് ആൻഡ് സുക്രോസ് എന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് നാച്ചുറൽ ഷുഗർ ഫൗണ്ട് ഇൻ ഫ്രൂട്ട്സ് ആണ് കേട്ടോ. നാച്ചുറലി ഫ്രൂട്ട്സിലുള്ള മധുരത്തെയാണ് നമ്മൾ ഫ്രൂക്ടോസ് എന്നും സുക്രോസ് എന്നും പറയുന്നത്. അത് തന്നെയാണ് ഷുഗർ, അത് തന്നെയാണ് ഗ്ലൂക്കോസ് ഹൈപ്പ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ 2 ഡേറ്റ്സ് കഴിച്ചു, എനിക്ക് ഭയങ്കര എനർജി ഫീൽ ചെയ്തു, ഓഫ് കോഴ്സ് നല്ലോണം ഷുഗർ കയറിയുണ്ടേ, അതാണ്. അപ്പോൾ ഷുഗർ എല്ലാ മധുരങ്ങളും ഷുഗർ തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഫ്രൂട്ട് ഡയറ്റ് ഒരു ദിവസം ചെയ്യുക, 6 നേരം ഫ്രൂട്ട്സ് എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം ഫ്രൂക്ടോസ് ആൻഡ് സുക്രോസ് കയറുന്നുണ്ട് ബോഡിയിലോട്ട്, ഷുഗർ കിട്ടുന്നുണ്ട്.
അതുകൊണ്ട് തന്നെ നമുക്ക് ക്ഷീണം തീരെ തോന്നില്ല. പ്രീ ഡയബറ്റിക്കോ ആയിട്ടുള്ള പേഷ്യൻസിനൊന്നും ഫ്രൂട്ട് ഡയറ്റ് ഒന്നും ചെയ്തേക്കരുത്. കാരണം അതിന് ടെൻഡൻസി ഉള്ള ബോഡി ആണെങ്കിലും അത് ചെയ്യാൻ പാടില്ല. പിന്നെ ഇതൊരു ആഴ്ച ഞാൻ ചെയ്തു, ഒരു മാസം ഞാൻ ചെയ്തു എന്നൊന്നും പറയരുത്. ഭൂലോക മണ്ടത്തരമാണ്. ഫ്രൂട്ട് ഡയറ്റ് ഒന്നും ഡെയിലി ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഡയറ്റേ അല്ല. ഒത്തിരി അതർ ന്യൂട്രിഷൻ, ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ ന്യൂട്രിഷൻ സമ്പുഷ്ടമാണെന്നൊക്കെ പലർ പറയും. ദിവസേന 2 ഫ്രൂട്ടൊക്കെ കഴിക്കുന്നതാണ് ഈ ന്യൂട്രിഷൻ സമ്പുഷ്ടം. അതല്ലാതെ ദിവസേന ഒരു 6 നേരം ഫ്രൂട്ട്സ് കഴിക്കുന്നതൊന്നും അത്ര ഹെൽത്തി ആയിട്ടുള്ള ഹാബിറ്റ് അല്ല. അപ്പോൾ അതുകൊണ്ട് ഫ്രൂട്ട്സ് എടുക്കണം. ആഴ്ചയിൽ ഒരിക്കലാണ് ഈ ഫ്രൂട്ട് ഡയറ്റ് ചെയ്യേണ്ടത്. 6 നേരമാണ് ഫ്രൂട്ട്സ് കഴിക്കേണ്ടത്. ഏതൊക്കെ ഫ്രൂട്ട്സ് എടുക്കാം? ആപ്പിൾ എടുക്കാം, ഓറഞ്ചസ് എടുക്കാം, പൊമിഗ്രാനേറ്റ് എടുക്കാം, പപ്പായ എടുക്കാം, കിവി എടുക്കാം, മസ്ക് മെലൺ, നമ്മുടെ നാട്ടിലതിന് വേറെന്തോ ആണ് പേര്, മത്തങ്ങയുടെ ചെറുത്, മത്തങ്ങ പോലെ ഇരിക്കുന്ന ചെറുത്. ഓക്കെ, എൻറ്റയർലി മത്തങ്ങയല്ല, ഒരു ബോളിൻ്റെ ഷേപ്പിലുള്ള ചെറിയ മസ്മെലൺ, വേറെന്തോ പേരുണ്ട്, അതെനിക്ക് ഓർമ്മയില്ല. ഓക്കെ, ആ ഫ്രൂട്ട് എടുക്കാം. അപ്പോൾ ഇതൊന്നും അധികം ഭയങ്കര ഓവർ മധുരമില്ലാത്ത ഫ്രൂട്ടുകൾ നോക്കിയിട്ടാണ് എടുക്കേണ്ടത്. ഇത് 6 നേരമായിട്ട് കട്ട് ചെയ്തിട്ട്, അപ്പോൾ 6 നേരം ഒരു 4-5 ആപ്പിൾ വെച്ച് കഴിക്കാമെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്. 1 ആപ്പിൾ 1 ഓറഞ്ച്, ഹാഫ് ആപ്പിൾ ഹാഫ് പോമിഗ്രാനേറ്റ്, 4 പീസസ് ഓഫ് പപ്പായ, ഇങ്ങനെയുള്ള രീതിയിലാണ് നിങ്ങൾ 6 മീലായിട്ട് അതിന് സെറ്റ് ചെയ്യേണ്ടത്. കിവി എടുക്കുമ്പോൾ 2 കിവി, അതുപോലെയാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അതല്ലാതെ വയറ് നിറച്ച് ഫ്രൂട്ട്സ് എല്ലാ സമയത്തും ധാരാളം കഴിക്കാം എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. വിശപ്പിനെ നല്ലപോലെ കൺട്രോൾ ചെയ്തിട്ട് 6 നേരമായിട്ട് ഇതിനെ ഷിഫ്റ്റ് ചെയ്തിട്ടാണ് എടുക്കേണ്ടത്. ഇതും ഞാൻ എൻ്റെ പ്രൈവറ്റ് ക്ലാസ്സിൽ ഫ്രൂട്ട് ഡയറ്റ് ആഴ്ചയിൽ ഒരിക്കൽ എൻ്റെ ക്ലയൻസിനെ കൊണ്ട് ചെയ്യിക്കാറുണ്ട്. അത് ഹെൽത്തിയാണ്. അത് അവരുടെ ഡയബറ്റിക് കണ്ടീഷനും പ്രീ ഡയബറ്റിക് കണ്ടീഷനൊക്കെ നോക്കിയിട്ടാണ് അവർക്ക് ഫ്രൂട്ട് ഡയറ്റ് സജസ്റ്റ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് വെയിറ്റ് സ്റ്റക്ക് ആവുകയാണെങ്കിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള 3 ഡയറ്റുകളുടെ കാര്യമാണ് പറഞ്ഞത്. വീഡിയോയുടെ ലെങ്ത്ത് കുറച്ച് കൂടുതലാണ്, ബിക്കോസ് ഡയറ്റിനെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ് കേട്ടോ. കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ റിസൾട്ട് ഉണ്ടാവും. സോ അത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ അവസാനിക്കുവാണ്. ഇനി ഇതൊക്കെ കറക്റ്റായിട്ട് ഒരാൾ മോണിറ്റർ ചെയ്ത് ഒരാളുടെ അണ്ടറിൽ നിങ്ങൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ഫീസ് തന്നുകൊണ്ട് തന്നെ എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടി വരും. അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ മാത്രം ജോയിൻ ചെയ്യുക. വെറുതെ ക്ലാസ്സിന് വന്ന് ജോയിൻ ചെയ്യാതിരിക്കുക കേട്ടോ. സോ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാം പേജിലോട്ട് എനിക്കൊരു മെസ്സേജ് ഇട്ടാൽ മതി. താങ്ക് യു ആൻഡ് ലവ് യു. വീണ്ടും വരാം.